ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിൽ നമ്മളൊരു മന്ത് നമ്പർ എൻട്രി ചെയ്യും, എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മന്ത് നെയിം പ്രിന്റ് ചെയ്യും. അതായത് നമുക്കറിയാം 12 മാസങ്ങളാണ് ഉള്ളത്. അപ്പം 1 to 12 ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ നമ്മൾ എൻ്റർ ചെയ്യും. എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പ്രിന്റ് ചെയ്ത് കിട്ടണം? അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നെയിം. അതായത് 1 എന്ന് എൻ്റർ ചെയ്യുവാണെങ്കിൽ ജനുവരി എന്ന് കിട്ടണം, 2 എന്നാണെങ്കിൽ ഫെബ്രുവരി, അതേപോലെ 12 എന്നാണെങ്കിൽ ഡിസംബർ, അങ്ങനെ പ്രിന്റ് ചെയ്ത് കിട്ടണം. ഇനി 1ഉം 12ഉം അല്ല, അതല്ലാതെ ഏതെങ്കിലും ഒരു നമ്പർ ആണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ എന്ത് കൊടുക്കണം? എറർ മെസ്സേജും പ്രിന്റ് ചെയ്ത് കിട്ടണം. അപ്പൊ അത് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് കോഡ് എഴുതി തുടങ്ങാം. ആദ്യമേ ഞാൻ ഈ 2 ലൈൻസിന്, അതായത് പ്രോഗ്രാമിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്, അത് ഞാൻ കമന്റ് ആയിട്ട് ആഡ് ചെയ്യുകയാണ്. അതിനുവേണ്ടി സ്ലാഷ് കൊടുക്കുക, സ്റ്റാർ കൊടുക്കുക. സ്ലാഷ് കൊടുക്കുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ മാർക്കിന് മുകളിലുള്ള സ്ലാഷ് വേണം കൊടുക്കാനായിട്ട്. ഇത് കമന്റ് ലൈൻ ആയിട്ട് ആഡ് ചെയ്യാണ്. കമന്റ് ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ, എന്തെങ്കിലും ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമന്റ് ലൈൻസ് യൂസ് ചെയ്യുന്നത്. കമ്പയർ ആ സ്റ്റേറ്റ്മെന്റ്സ് സ്കിപ്പ് ചെയ്ത് പൊക്കോളും. അടുത്തതെന്ന് പറയുന്നത് ഹെഡർ ഫയൽ ആഡ് ചെയ്യുക എന്നുള്ള സ്റ്റെപ്പാണ്. നമ്മൾ ഹെഡർ ഫയൽ ആഡ് ചെയ്തു. stdio.h conio.h ആണ് നമ്മൾ മെയിൻ ആയിട്ടും യൂസ് ചെയ്യുന്ന 2 ഹെഡർ ഫയൽസ്. വോയിഡ് മെയിൻ, ഇതിനകത്ത് നിങ്ങൾക്ക് ഇൻഡ് മെയിൻ എന്ന് വേണമെങ്കിലും എഴുതാം, കുഴപ്പമില്ല. വോയിഡ് മെയിൻ എന്നാണ് ഞാൻ എഴുതുന്നത്. ഇനി നമുക്ക് വേരിയബിൾ ഡിക്ലറേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. എത്ര വേരിയബിൾസ് വേണം? ഒരു വേരിയബിൾ മതി അല്ലെ? നമ്മൾ യൂസറിന്റെ അടുത്ത് നിന്ന് ഒരു നമ്പർ ചോദിക്കുന്നു, ആ നമ്പർ സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു വേരിയബിൾ വേണം. അത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പൊ ഞാനിവിടെ ഇന്റീജർ നം എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അത് ഞാൻ സ്ക്രീൻ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് CLR സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് എന്താണ്? ഇൻപുട്ട് അല്ലെ? യൂസറിന്റെ അടുത്ത് നിന്ന് ഇൻപുട്ട് റീഡ് ചെയ്യണം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പൊ യൂസറിന് ഒരു മെസ്സേജ് കൊടുക്കുകയാണ്, എൻ്റർ ആൻ ഇന്റീജർ, ഒരു ഇന്റീജർ വാല്യൂ എൻ്റർ ചെയ്യാനായിട്ട് പറയുകയാണ്. നമുക്ക് വേണമെങ്കിൽ ചോയ്സ് ഇവിടെ കൊടുക്കാം. 1 to 12 എന്ന് നമുക്ക് കൊടുക്കാം. 1നും 12നും ഇടയ്ക്കുള്ള ഒരു നമ്പർ എൻ്റർ ചെയ്യാനായിട്ട് നമ്മൾ യൂസറിനോട് പറഞ്ഞു. ഇനി യൂസർ കീബോർഡ് വഴി എൻ്റർ ചെയ്യുന്ന നമ്പർ സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മളൊരു സ്കാൻഎഫ് സ്റ്റേറ്റ്മെന്റും കൂടി എഴുതിയിട്ടുണ്ട്. %d, അഡ്രസ് ഓഫ് നം. അപ്പൊ അത് രണ്ടും നമ്മൾ എഴുതി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? കമ്പയർ ചെയ്യണം അല്ലെ? ഈ നമ്മില് യൂസർ എൻ്റർ ചെയ്ത് കൊടുത്ത വാല്യൂ 1നും 12നും ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു നമ്പർ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം, കമ്പയർ ചെയ്യണം. അപ്പൊ നമ്മൾ ഈക്വൽ ടു എന്നുള്ള കണ്ടീഷനാണ് യൂസ് ചെയ്യുന്നത്. ഈക്വൽ ടു എന്നുള്ള കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് ഏത് യൂസ് ചെയ്യാം? സ്വിച്ച് യൂസ് ചെയ്യാം. ഈ സെയിം പ്രോഗ്രാം തന്നെ ഇഫ് എൽസ് ലാഡർ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. കുറച്ചും കൂടി കംഫർട്ടബിൾ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ആണ്, അതുകൊണ്ട് നമുക്ക് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ സ്വിച്ചിന്റെ സിന്റാക്സ് എങ്ങനെയാണ്? ആദ്യം സ്വിച്ച് എന്നുള്ള കീവേഡ് കൊടുത്തു, കീവേഡ് കൊടുത്തിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഏത് വേരിയബിൾ അല്ലെങ്കിൽ എക്സ്പ്രഷന്റെ വാല്യൂ ആണോ കമ്പയർ ചെയ്യേണ്ടത് അത് നമ്മൾ ഇവിടെ പറയണം. അപ്പൊ ഇവിടെ എനിക്ക് നം എന്ന് പറയുന്ന വേരിയബിളിലെ വാല്യൂ ആണ് കമ്പയർ ചെയ്യേണ്ടത്, അതുകൊണ്ട് ഞാൻ നം എന്ന് അതിന്റെ ഉള്ളിൽ കൊടുത്തു. ഇനി ഇവിടെ സെമിക്കോളൻ ഒന്നും കൊടുക്കരുത്, ഇവിടെ സെമിക്കോളൻ ഒന്നും കൊടുക്കരുത്. ഇനി സ്വിച്ചിന്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ എന്ത് കൊടുത്തു? ഓരോ കേസസ് അല്ലെ? അപ്പം നമുക്ക് 1നും 12 അല്ലെ, അത് ചേർത്തിട്ടുള്ളത്, അത് 1 to 12 ഉള്ള വാല്യൂസ് ആണ് നമുക്ക് കമ്പയർ ചെയ്യേണ്ടത്. അപ്പൊ ഈ ഓരോന്നും എന്താണ്? ഓരോ കേസസ് ആണ്. നമ്മൾ ഈ എക്സ്പ്രഷന്റെ അല്ലെങ്കിൽ വേരിയബിളിന്റെ വാല്യൂ എന്തുമായിട്ടാണോ കമ്പയർ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കേസസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എഴുതി കേസ് 1. 1 to 12 ആ ഓർഡറിൽ തന്നെ എഴുതണം എന്നൊന്നുമില്ല. ആദ്യമേ 12 എന്ന് എഴുതിയിട്ട് ഡിസംബർ പ്രിന്റ് ചെയ്യാൻ കൊടുത്താലും തെറ്റൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ ആ ഓർഡറിൽ തന്നെ എഴുതി പോകുന്നത് നമുക്ക് തെറ്റത്തില്ല, അതുകൊണ്ട് അങ്ങനെ കൊടുക്കുകയാണ്. കേസ് 1 പ്രിന്റ് 1 ആണെങ്കിൽ ഏത് മാസമായിരിക്കും? ജനുവരി അല്ലെ? ജനുവരി എന്ന് പ്രിന്റ് ചെയ്യുക. 1 ആണോ എന്ന് കമ്പയർ ചെയ്തു, നമ്മിലെ വാല്യൂ 1 ആണോ എന്ന് കമ്പയർ ചെയ്തു. 1 ആണെങ്കിൽ എന്ത്? ജനുവരി എന്ന് പ്രിന്റ് ചെയ്യാനായിട്ട് പറഞ്ഞു. ഇനി ബ്രേക്ക് കൊടുത്തു. ബ്രേക്ക് കൊടുക്കുന്ന എന്തിനാണെന്ന് നമ്മൾ പറഞ്ഞത്? ബ്രേക്ക് കൊടുത്തില്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് അടുത്ത ബ്രേക്ക് കാണുന്നത് വരെ അല്ലെങ്കിൽ സ്വിച്ചിന്റെ ക്ലോസിംഗ് ബ്രാക്കറ്റ് കാണുന്നത് വരെയുള്ള എല്ലാ സ്റ്റേറ്റ്മെന്റും പ്രിന്റ് ചെയ്ത് പോകും. അപ്പൊ അങ്ങനെ ഒരു കേസ് ഒഴിവാക്കാനാണ് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത്. കേസ് 2 എന്താ പറയുന്നത്? എൻഡ് ഫെബ്രുവരി. ആദ്യം നമ്മൾ എന്ത് നോക്കി? ഇങ്ങനെ 1 ആണോ നോക്കി. 1 ആണെങ്കിൽ ജനുവരി എന്ന് പ്രിന്റ് ചെയ്യും. 1 അല്ലെങ്കിൽ നേരെ എങ്ങോട്ട് വരും? 2 ആണോ എന്ന് ചെക്ക് ചെയ്യും. 2 ആണെങ്കിൽ ഫെബ്രുവരി എന്ന് പ്രിന്റ് ചെയ്യും. പ്രിന്റ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യും. ഇനി 2 അല്ലെങ്കിൽ അടുത്ത കേസ് എന്താണ്? 3 ആണോ എന്ന് ചെക്ക് ചെയ്യും. പ്രിന്റ് ഫെബ്രുവരി അല്ലെങ്കിൽ പിന്നെ മാർച്ച്.
അങ്ങനെ 12 മാസങ്ങൾക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള കേസസ് എഴുതുക. കേസ് 4 ആണെങ്കിൽ ഏത് മാസമാണ്? ഏപ്രിൽ. ഓരോ സ്റ്റേറ്റ്മെന്റും കേസ് സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ബ്രേക്ക് കൊടുത്തില്ലെങ്കിൽ അത് സ്വിച്ച് ചെയ്ത് പുറത്തു വരില്ല. 5 ആണെങ്കിൽ മെയ്, ബ്രേക്ക്. ഇനി അടുത്ത കേസ് 6 കഴിഞ്ഞിട്ട് ഇതിന്റെ സിന്റാക്സ് ഓർത്തിരിക്കുക. കേസ് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഇട്ടിട്ട് നമുക്ക് കമ്പയർ ചെയ്യേണ്ട വാല്യൂ കൊടുക്കുക. വാല്യൂ കൊടുത്തിട്ട് കോളൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. 6 എന്ന് പറയുമ്പോൾ ഏതാണ്? ജൂൺ. അതായത് ബ്രേക്ക് കുറച്ച് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് സ്പേസ് ഒക്കെ ഇട്ട് എഴുതുന്നത്. സ്പേസ് ഒക്കെ ഈ ഓർഡറിൽ തന്നെ സ്പേസ് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. ജൂൺ കഴിഞ്ഞിട്ട് ജൂലൈ, ബ്രേക്ക് ചെയ്തു. 8 എട്ടാമത്തെ മാസം എന്ന് പറയുന്നത് ഓഗസ്റ്റ് ആണ്. ഓഗസ്റ്റിന്റെ വാല്യൂ നമ്മൾ കൊടുത്തു. കേസ് 9 പ്രിന്റ് സെപ്റ്റംബർ, അത് നമ്മൾ ബ്രേക്ക് ചെയ്തു. അടുത്തത് കേസ് 10 ഒക്ടോബർ, അത് ബ്രേക്ക് ചെയ്തു. അടുത്തത് കേസ് 11 പ്രിന്റ് നവംബർ, അതും ബ്രേക്ക് ചെയ്യാം. then case 12 പ്രിന്റ് ഡിസംബർ. അപ്പൊ നമ്മൾ 12 മാസത്തിന്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എഴുതി കഴിഞ്ഞു. അപ്പൊ ഇനി യൂസർ എൻ്റർ ചെയ്യുന്നത് അല്ല, ആദ്യം ഇതിന്റെ സ്വിച്ചിന്റെ വർക്കിംഗ് നമുക്കറിയാം. ആദ്യം നമ്മൾ ഈ സ്വിച്ച് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന ഈ വേരിയബിളിന്റെ വാല്യൂ ഓരോ കേസിന്റെ നേർക്ക് കൊടുത്തിരിക്കുന്ന ഈ കോൺസ്റ്റന്റുമായിട്ട് കമ്പയർ ചെയ്യും. ആദ്യം 1 ആണോ നോക്കും. 1 ആണെങ്കിൽ ജനുവരിന്ന് പ്രിന്റ് ചെയ്യും. അതല്ലെങ്കിൽ 2ലേക്ക് പോകും. 2 ആണെങ്കിൽ ഫെബ്രുവരിന്ന് പ്രിന്റ് ചെയ്യും. എന്നിട്ട് ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സ്റ്റേറ്റ്മെന്റ്സും അതേപോലെ പ്രിന്റ് ചെയ്ത് തന്നെ പോകും. ഇനി അങ്ങനെ 1 തൊട്ട് 12 വരെയുള്ള വാല്യൂസും കമ്പയർ ചെയ്തു. സ്വിച്ചിന്റെ കേസിൽ പറയുകയാണെങ്കിൽ കേസസ്, അങ്ങനെ 1 തൊട്ട് 12 വരെയുള്ള കേസസ് കമ്പയർ ചെയ്തിട്ടും ഈ പറയുന്ന ഒന്നും അല്ല, ഇതിന് പുറത്തുള്ള ഒരു വാല്യൂ ആണ് എൻ്റർ ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? ഒരു എറർ മെസ്സേജ് പ്രിന്റ് ചെയ്യാം. അതായത് ഡിഫോൾട്ട് ഈ പറയുന്ന ഒന്നും അല്ലെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കുക? പ്രിന്റ് ഇൻവാലിഡ് എൻട്രി അല്ലെങ്കിൽ എറർ നോ എന്തെങ്കിലും നമുക്ക് പ്രിന്റ് ചെയ്യാം. ഈ സ്വിച്ച് കഴിഞ്ഞിട്ട് ഡിഫോൾട്ട് കഴിഞ്ഞിട്ട് നേരെ സ്വിച്ചിന്റെ ക്ലോസിംഗ് ബ്രാക്കറ്റ് ആണ് കൊടുക്കുന്നത്. ക്ലോസിംഗ് ബ്രാക്കറ്റ് കാണുമ്പോൾ തന്നെ സ്വിച്ചിൽ നിന്ന് നമ്മൾ പുറത്ത് പൊക്കോളും. അതുകൊണ്ട് അവിടെ ബ്രേക്ക് ചെയ്ത് സ്വിച്ചിൽ നിന്ന് പുറത്ത് വരേണ്ട കാര്യമില്ല. ഓക്കെ, നമ്മൾ ഈ ബ്രേക്ക് കൊടുക്കുന്നത് സ്വിച്ചിൽ നിന്ന് പുറത്ത് വരാനായിട്ടാണ്. ഇപ്പൊ ഇത് നവംബറിന് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ സ്വിച്ചിന്റെ ഉള്ളിൽ നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് പുറത്ത് പോരാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത്. ഡിഫോൾട്ട് കഴിഞ്ഞിട്ട് പിന്നെ കാണുന്നത് എന്താണ്? സ്വിച്ചിന്റെ ക്ലോസിംഗ് ബ്രാക്കറ്റ് ആണ്. അപ്പൊ സ്വിച്ചിന്റെ ക്ലോസിംഗ് ബ്രാക്കറ്റോ ബ്രേക്കോ കാണുമ്പോൾ സ്വിച്ചിൽ നിന്ന് പുറത്ത് വരും. അപ്പൊ അതുകൊണ്ട് നമുക്കിവിടെ ബ്രേക്ക് കൊടുത്തിട്ട് പിന്നെ ക്ലോസിംഗ് ബ്രാക്കറ്റും കൂടി കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഡിഫോൾട്ട് കഴിഞ്ഞ് എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല? ബ്രേക്ക് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി ഡിഫോൾട്ട് ഒക്കെ മുകളിലാണ് എഴുതുന്നതെങ്കിൽ കണ്ടീഷൻസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തേക്കുക. ഇനി നമ്മുടെ സിയില് നമ്മൾ ഗെറ്റ് സി എച്ച് സ്റ്റേറ്റ്മെന്റ് കൊടുത്ത് ക്ലോസ് ചെയ്തു. ഗെറ്റ് സി എച്ച് യൂസ് ചെയ്യുന്നത് ഞാനിവിടെ ടർബോ സി കമ്പൈലർ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഗെറ്റ് സി എച്ച് കൊടുക്കുന്നത്. അതെന്തിനാന്ന് നേരത്തെ പറഞ്ഞിരുന്നു. നിങ്ങൾ മൊബൈലിൽ ചെയ്യുവാണെങ്കിൽ അതിന്റെ ആവശ്യം വരുന്നില്ല. ദെൻ മെയിൻ നമ്മൾ ക്ലോസ് ചെയ്തു. അടുത്തത് കമ്പൈൽ. എറർ ഒന്നുമില്ല. റൺ ചെയ്ത് നോക്കി. ഒരു ഇൻറ്റീജർ എൻ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ 1 എൻ്റർ ചെയ്യാണ്. ജനുവരിന്ന് പ്രിന്റ് ചെയ്ത് കിട്ടി. നമുക്ക് വേറൊരു കണ്ടീഷൻ കൊടുത്ത് നോക്കാം.
ഞാൻ 5 എൻ്റർ ചെയ്യാണ്, മെയ്ന്ന് കിട്ടി. 2-3 കണ്ടീഷൻസ് നിങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്ത് നോക്കണം. 12 എൻ്റർ ചെയ്തു, ഡിസംബറിൽ നിന്ന് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഡിഫോൾട്ട് കേസും കൂടി ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ 0 എന്ന് കൊടുക്കുകയാണ്. 0 എന്ന് കൊടുക്കുമ്പോൾ ഇൻവാലിഡ് എൻട്രി, അതായത് 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു കേസ് നമ്മൾ എഴുതിയിട്ടില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോഗ്രാം. നമ്മൾ ചെയ്തത് ഒരു നമ്പർ എൻ്റർ ചെയ്തിട്ട് ആ നമ്പറിന് ഏത് മാസമാണ് ആ മാസത്തിന്റെ നെയിം പ്രിന്റ് ചെയ്യാനായിട്ടുള്ള പ്രോഗ്രാം ആയിരുന്നു. ഓക്കെ, താങ്ക് യു.